നമസ്കാരം, ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാധ്യമവിലക്കുമായി ഗവർണർ. കൈരളിയും മീഡിയ വണ്ണുമുണ്ടെങ്കിൽ സംസാരിക്കില്ല. താൻ നിയമിച്ചവർ തന്നെ വിമർശിക്കരുത്. വിസിമാരുടെ മറുപടി വായിച്ച ശേഷം പ്രതികരിക്കാമെന്നും ഗവർണർ. രാജ്ഭവൻ മാർച്ച് നടത്തുന്നവർ ധൈര്യമുണ്ടെങ്കിൽ തന്നെ തെരുവിൽ നേരിടട്ടെ എന്നും ഗവർണർ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൌൺസിലർമാർ ഇന്ന് ഗവർണറെ കാണും. മേയർ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും കോർപ്പറേഷനിലെ കരാർ നിയമനങ്ങളിൽ അന്വേഷണം വേണമെന്നും ആവശ്യം. മുന്നാക്ക സമുദായത്തിലെ സാമ്പത്തിക സംവരണത്തിൽ സുപ്രീംകോടതി വിധി ഇന്ന്. വിധി പറയുന്നത് ജസ്റ്റിസ് യു ലളിത് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച്. ഒന്നിലധികം വിധി പ്രസ്താവനകൾ ഉണ്ടായേക്കുമെന്നും സൂചന. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അനധികൃത കരാർ നിയമനങ്ങൾ നടക്കുന്നത് സർക്കാർ ഉത്തരവുകൾ അട്ടിമറിച്ച്. അട്ടിമറിക്കപ്പെടുന്നത് 2014 പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവും പിന്നീട് വന്ന ഓംബുഡ്സ്മാൻ നിർദ്ദേശവും. ഗവർണറുടെ മാധ്യമ വിലക്കാണ് ഇന്ന് രാവിലെ കേരളം കണ്ടത്. 2 മാധ്യമങ്ങളെ പുറത്തു പോകാൻ ഗവർണർ ആക്രോശിച്ചു. ഗെറ്റ് ഔട്ട് അടിച്ച ഗവർണർ പറഞ്ഞത് തന്നെ മറ്റു വിവരങ്ങളിലും അദ്ദേഹം തന്റെ അഭിപ്രായം വ്യക്തമാക്കി. മേയറുടെ കത്തുമായി ബന്ധപ്പെട്ട കേസിലും അതിനിടെ രാജ്ഭവൻ മാർച്ച് നടത്തുന്നവരെ വെല്ലുവിളിക്കാനും ഗവർണർ മറന്നില്ല. കൈരളി, മീഡിയ വൺ ചാനലുകളെയാണ് അദ്ദേഹം പുറത്തു പോകാൻ പറഞ്ഞത്. അവരോട് സംസാരിക്കില്ലെന്നും ഗവർണർ പറഞ്ഞു. I have said I consider media very important. I have always responded to media. But I am not now able to persuade myself to those who masquerade as media, but they actually are members of the cadre party. So if anybody is here, my request is please go away from here. I won't talk to anybody from Kerala. If any camera is there, I will walk away. I hope there is no Kerala here. I hope there is no media one here. Is there any media one? Is there any media one? Yes, sir. I don't want to talk to you. Get out. I won't talk to you. And I won't talk to Kerala. Please go away. I will not talk to media one. You had sent the request, they might have. You are settling scores with me for the Shabano. You are carrying a campaign against me. I won't talk to media one. And I won't talk to Kerala. Please, if there is anybody, get out from here. Yesterday you already sent a mail to everyone. Not everyone, not cadre. So they got a not those. No. They might have got reply, but I am clear. I am repeatedly saying since last 25 days. I will not. If you want me to go away, I will go away. I don't want to argue on this. Kerala, I will not talk to. If anybody is here, please go away. I will not. Media one, I will not talk. Governor yesterday reclaiming from the Honorable Governor office. That means they are invited. No, they are not invited. If there is, then there might have been some. There might have been a mistake. I have repeatedly declared I shall not talk to Kerala. I shall not talk to media one. They are carrying a campaign based on total falsehood. I will not talk to them. For if there is anybody, please go. I am again requesting. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ താൽക്കാലിക ഒഴിവുകൾ നിരവധിയുണ്ട്. ഇതിലെല്ലാം നിയമനം നടത്തുന്നത് അതാത് സ്ഥാപനങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. മുന്നണികൾ ഏതായാലും ഇത്തരം ഒഴിവുകൾ തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പെരുവഴിയിലാകുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് ജോലിക്കായി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ്. ജോലി മുഴുവൻ രാഷ്ട്രീയക്കാരുടെ ഇഷ്ടക്കാർക്ക് മാത്രമോ? ഈ വിഷയമാണ് ന്യൂസ് ലൈവ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ നമ്മളോടൊപ്പം PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി സിജോ ജോസ്, മാധ്യമപ്രവർത്തകൻ VR രാജ്മോഹൻ എന്നിവർ തത്സമയം ചേരുന്നു. ആദ്യം ശ്രീ രാജ്മോഹനിലേക്ക്. ശ്രീ രാജ്മോഹൻ, ഉത്തരവുകൾ മറികടക്കുന്നത് അല്ലെങ്കിൽ ഉത്തരവുകൾ ലംഘിക്കുന്നത് നമ്മുടെ നാട്ടിൽ പതിവാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ മേയറുടെ ഒരു കത്ത് പുറത്തു വന്നപ്പോൾ മാത്രമാണ്
ഇങ്ങനെ ഒരു ഉത്തരവുണ്ട്, അല്ലെങ്കിൽ ഈ എംപ്ലോയ്മെന്റ് വഴിയാണ് കണ്ടിജൻസി ജീവനക്കാരുടെ നിയമനങ്ങൾ നടത്തേണ്ടത് എന്ന്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇനി നടത്തുക എന്ന് മന്ത്രിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. ശ്രീ രാജ്മോഹൻ. അല്ല, ഈ മുനിസിപ്പാലിറ്റി നഗരസഭകളുടെ, അതായത് കോർപ്പറേഷൻ നഗരസഭകളിലൊക്കെ ഇവർ ഈ കണ്ടിജൻസി എന്നുള്ള പേര് സൂചിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഈ ശുചീകരണമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ മറവിലാണ്. ഒരു ദിവസം പോലും വൈകിപ്പിക്കാൻ പാടില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ താമസം വരുന്നൊക്കെ ഉള്ള ചില ന്യായവാദങ്ങൾ ഉയർത്തിയിട്ടാണ് അവര് കരാർ നിയമനം നടത്തുന്നത്. ഈ കരാർ നിയമനം എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര രസമാണ്. അവിടെ ഈ റെക്കമെൻഡ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ കാര്യം, ഒരു ശുചീകരണ തൊഴിലാളി അല്ലെങ്കിൽ കണ്ടിജൻസി ജീവനക്കാരൻ അതുപോലെയുള്ള താഴെത്തട്ടിലുള്ളതിന് റെക്കമെൻഡ് ചെയ്യണത് സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ വരെ റെക്കമെൻഡ് ചെയ്യുന്നു പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു. റാങ്ക് ലിസ്റ്റ് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു, അത് PSC റാങ്ക് ലിസ്റ്റ് അവിടെ നിലനിൽക്കുന്നു. അപ്പോഴാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തൊട്ട് താഴെ താൽക്കാലികമായിട്ട് നിയമിക്കാൻ വേണ്ടിയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉള്ളത്. 6 മാസം വരെ എന്ന് പറയുമെങ്കിലും 6 മാസത്തേക്കുള്ളൊക്കെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് നിയമനം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ ഇത് ആശ്രയിക്കാവൂ. അത് മുനിസിപ്പാലിറ്റി, നഗരസഭകൾ, കോർപ്പറേഷൻ ഇവരെല്ലാവരും അത് തന്നെ പാലിക്കേണ്ടത് വളരെതാണ്. ഉത്തരവുകൾ ആൾറെഡി ഉണ്ട്, നിലവിലുണ്ട്. ശ്രീ സിജോ ജോസ്, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ PSC റാങ്ക് ലിസ്റ്റിന്റെ ഒരു വിഷയം മാത്രമല്ല, PSCയിൽ നിന്ന് നിയമിക്കാൻ കഴിയാത്ത പല പോസ്റ്റുകളിലേക്കും എംപ്ലോയ്മെന്റിൽ നിന്നും നിയമനം നടത്തേണ്ടതാണ്. PSCയിൽ നിന്നൊരു നിയമനം നടത്തി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ ആ സീറ്റിലേക്ക് എത്തുന്നതുവരെ അത്തരം നിയമനങ്ങൾ നടത്തേണ്ട. PSCക്ക് റിപ്പോർട്ട് ചെയ്താൽ പോലും നിയമനം നടക്കാൻ വർഷങ്ങൾ വേണ്ടി വരുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെന്റിൽ നിന്നും നിയമനം നടത്തേണ്ടതുണ്ട്. പക്ഷേ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന പലരും പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ. അതിനിടയിലാണ് ഇത്തരം വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. സിജോ. PSC നിയമനം ഇവിടെ നടക്കാതിരിക്കാനുള്ള പ്രധാന കാരണമായിട്ട് സർക്കാർ പറയുന്നത് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് തസ്തിക സൃഷ്ടിക്കാൻ കഴിയില്ല, അതുകൊണ്ട് താൽക്കാലികമായിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് സർക്കാരിന്റെ കോടതിയിലടക്കമുള്ള ന്യായവാദം. പക്ഷേ ആ അവസരത്തിൽ തന്നെ ഒരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ, ഇവിടെ ഭരണഘടനാ സ്ഥാപനമാണ് PSCയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും. ഇന്ത്യയുടെ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 16 പ്രകാരം ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ ഏതൊരു ഇന്ത്യൻ പൗരനും അവകാശമുണ്ട്. ആ അവകാശം കൃത്യമായി സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഭരണഘടനാ സ്ഥാപനമായി 2 സ്ഥാപനങ്ങൾ ഉള്ളപ്പോൾ അതിനെ മറികടന്ന് സ്വന്തമായി അവകാശമുണ്ട്, സ്വന്തമായി നിയമിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ഇന്ത്യൻ പൗരന് ഉള്ള മൗലിക അവകാശത്തെ ഹനിക്കലാണ്. ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി എന്തെങ്കിലും സ്ഥലത്ത് ഒരു നിയമനം നടന്നാൽ അത് കൃത്യമായ കണക്ക് വെച്ച് പരീക്ഷ നടത്തേണ്ട സ്ഥാപനമുണ്ടോ? അപ്പോ ആ പഞ്ചായത്ത് ഭരിക്കുന്ന മുന്നണി ആർക്കാണ് അവിടെ വരുന്ന താൽക്കാലിക വേക്കൻസി അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നു. അവിടെയുള്ള വാഹനം അല്ലെങ്കിൽ അവിടെയുള്ള ജോലി അവന് ഇഷ്ടമുള്ള പോലെ ഉപയോഗപ്പെടുത്തുന്നു അയാളെ. താൽക്കാലികക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ആജ്ഞാനുവർത്തിയായിരിക്കും. അവൻ പറയുന്നത്, ആ പാർട്ടി പറയുന്നതേ അവർ ചെയ്യുള്ളൂ. അത് ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും BJP ഭരിച്ചാലും നഗരസഭകളും പഞ്ചായത്തും എല്ലാ പാർട്ടിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തില് നമ്മള് ഒരുപാട് ചാനൽ ചർച്ചകളും മറ്റും നടത്തിയെങ്കിലും ഇവിടെയുള്ള പ്രതിപക്ഷം ഇതിനോട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നതാണ്. ഇത്രയും വലിയൊരു ഭരണഘടനാ ലംഘനമാണ്, ഒരു സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഇക്കാര്യത്തോട് കൃത്യമായ പ്രതികരണം വരാതിരിക്കാനുള്ള കാരണം ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീയാണ് എന്ന രീതിയിൽ ഇവിടുത്തെ കേരളത്തിലെ ഭരണം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോഴാണ് തുടർ ഭരണം വരാൻ തുടങ്ങിയത്. പക്ഷെ അന്നേരമൊക്കെ ഉണ്ടായിരുന്നത് 5 വർഷം ഇടതിന്റെ ആളുകളും 5 വർഷം വലതിന്റെ ആളുകളും മാറി മാറി ഈ താൽക്കാലിക ജോലി ചെയ്യുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ ഈ പഞ്ചായത്തിലും വരുന്നത് രാഷ്ട്രീയ കക്ഷികൾ പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ താൽക്കാലിക ജോലികൾ എന്ന് പറയുന്നത് അത്യാവശ്യം ഹോസ്പിറ്റലിലൊക്കെ കാര്യങ്ങൾ അറിയാം, താലൂക്ക് ആശുപത്രി അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം സ്വീപ്പർ തസ്തിക മുതൽ എല്ലാ തസ്തികകളും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് പോകുന്നതാണ്. പക്ഷെ ഇതൊന്നും പൊതുജനങ്ങൾ പ്രതികരിക്കാത്തതുകൊണ്ടാണ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ട ജോലികളാണ് ഇതൊക്കെ. അത് ജനങ്ങൾ പ്രതികരിക്കണം, എന്നാലേ നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ കുറെ ചർച്ചകൾ നടത്തിയത് കൊണ്ടോ ഒന്നും ഇതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതിന് തെളിവാണ് PSC സമരങ്ങളും അത് കഴിഞ്ഞുള്ള മറ്റു കാര്യങ്ങൾക്കും. എത്രയോ കാര്യങ്ങൾ ഞാനൊക്കെ 4 വർഷമായി ഇതിന്റെ പിന്നിൽ നടക്കാൻ തുടങ്ങിയിട്ട്. ഇതിനൊക്കെ വിവരാവകാശങ്ങളും വെച്ച് എല്ലാത്തിനും നമ്മുടെയൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് കൃത്യമായ കേസ് കൊടുത്ത് അതിന്റെ വെളിച്ചത്തിൽ ഇപ്പൊ അത് കോടതിയിലാണെങ്കിൽ കേസുകൾ മുന്നോട്ട് പോകുന്നില്ല. അത് വേറൊരു വഴിക്ക് എന്താണെന്ന് വെച്ചാല് എല്ലായിടത്തും അപ്പോയിന്റ്മെന്റ് വരുന്നത് ഇപ്പൊ സർക്കാരിനോടൊരു കോടതി ഒരു ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നടപ്പിലാക്കുന്നില്ല. അപ്പൊ കോടതികള് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കുവോ?
കോടതിക്ക് വിലയില്ല എന്ന് പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കൊക്കെ ഒത്തിരി ഉത്തരവുകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഈ പഞ്ചായത്തുകളിലും മറ്റും താൽക്കാലികമായ ആളുകളെ രാഷ്ട്രീയ പാർട്ടികൾ കുത്തിത്തിരികയും 10 വർഷം കഴിഞ്ഞിട്ട് അവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന നടപടിയാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോ സ്ഥിരപ്പെടുത്തിയ ലിസ്റ്റ്, അതായത് 51 പേരെയാണ് പഞ്ചായത്തിൽ ഡ്രൈവർമാരായിട്ട് സ്ഥിരപ്പെടുത്തിയത്. അതുപോലെ ലൈബ്രറി കൗൺസിൽ 48 പേരെ സ്ഥിരപ്പെടുത്തി. അതുപോലെ ഓരോ സ്ഥലങ്ങളും CDT അവിടെ ഇവിടെയൊക്കെ സ്ഥിരപ്പെടുത്തിയ ആളുകളുടെ എല്ലാം ഉദ്യോഗാർത്ഥികൾ ഇടപെട്ട് ഈ ഉത്തരവ് സ്റ്റേ ചെയ്യിച്ചിരുന്നു. ഈ സ്റ്റേ ചെയ്യിച്ച് ഇവരെ തുടർ നടപടികൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് സർക്കാരിന് കോടതി ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതിന്റെ എല്ലാം പകർപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കൈവശമുണ്ട്. കാരണം ഈ സിജോയിലേക്ക് വരാം. ശ്രീ രാജ്മോഹൻ, സിജോയുടെ കൈവശം ഇതാ തെളിവുകളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. റാങ്ക് ഹോൾഡേഴ്സിന്റെ കയ്യിൽ ഇതിന്റെ തെളിവുകൾ വിവരാവകാശ നിയമപ്രകാരം ഇത് ലഭ്യമാകുന്നതുമാണ്. അദ്ദേഹം സൂചിപ്പിക്കുന്നതനുസരിച്ച് നിയമനം നടത്തിയത്, അനധികൃത നിയമനങ്ങൾ നടത്തിയത്, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ, അർഹതയുള്ള ഉദ്യോഗാർത്ഥികളെ അടുപ്പിക്കാതെ നടത്തിയ നിയമനങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ശ്രീ രാജ്മോഹൻ. അല്ല, ഇതിപ്പോ സിജോ പറഞ്ഞത്, ഇപ്പൊ ഞാൻ മാധ്യമപ്രവർത്തനമായിട്ട് ഒരു 3-3.5 പതിറ്റാണ്ട് ജോലി ചെയ്തു. അന്ന് നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, PSC ഇതുപോലെയുള്ള ബന്ധപ്പെട്ട ഇതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും യുവജനങ്ങളെ ബാധിക്കുന്ന കാര്യമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്ന അത്തരം വാർത്തകളിലായിരുന്നു കൊടുത്തിരുന്നത്. പ്രത്യേകിച്ച് ഞാൻ അതിലായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത്. അപ്പോ ഈ ഉത്തരവുകള് ഇപ്പോഴാണ് ഈ വിവരാവകാശമൊക്കെ പുറത്തു വന്നത്. അന്ന് നമ്മൾ വളരെ ബുദ്ധിമുട്ടി ആണ് പല രേഖകളും സംഘടിപ്പിച്ചിരുന്നത്. അന്ന് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ഈ നേരത്തെ അദ്ദേഹം സിജോ കുറെ സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു. ഈ സ്ഥാപനങ്ങളിലൊക്കെ റിപ്പോർട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പ്രത്യേകിച്ച് ഇനിയും കുറെ സ്ഥാപനങ്ങൾ കൂടി ഉണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാല് ആരാണോ ഭരിക്കുന്നത് അവരുടെ ആശ്രിത, അതായത് നേതാക്കന്മാരുടെ മക്കളെയൊക്കെയാണ് പലയിടത്തും വയ്ക്കേണ്ടത്. ഞാനൊരു സ്ഥാപനത്തിൽ കൊടുത്ത റാങ്ക് ലിസ്റ്റ് താൽക്കാലികം അല്ലെങ്കിൽ ആദ്യത്തെ റാങ്ക് പട്ടിക, പിന്നെ ഇന്റർവ്യൂവിന്റെ ശേഷം എന്നെല്ലാം പറഞ്ഞിട്ട് അട്ടിമറിക്കപ്പെട്ടിട്ട്, അതായത് സങ്കടം വരും. അതായത് ഫസ്റ്റ് റാങ്ക് റിട്ടേൺ എക്സാമിൽ ഉണ്ടായിരുന്ന കുട്ടി ഫൈനൽ ഇത് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും അടിയിലോട്ട് പോയി. അതെന്താണ്, അവിടെ ഒന്നും ഏറ്റവും കൂടുതൽ സംവരണവും നടക്കുന്നില്ല. ഈ കാര്യത്തിലൊക്കെ എന്നല്ല PSCയിലാണെങ്കിൽ സംവരണം ഉണ്ടാവും. ഇവിടെ ഒരു സംവരണവും നടക്കാതെയാണ് ഈ ആശ്രിത മത്സരത്തെ കുത്തിത്തിരിയുന്നത്. അത് ഒഴിവാക്കാൻ ഇപ്പൊ സിജോ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങള് ഇടപെടണമെന്നുണ്ട്. പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അഫക്റ്റഡ് പാർട്ടീസിന് മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ. രാഷ്ട്രീയക്കാർക്കൊന്നും യാതൊരു താല്പര്യമില്ല. ഈ മാറി മാറി വരുന്ന ഭരണം തന്നെ ഈ വീതം വയ്പും ഇതിനകത്ത് വലിയൊരു ഘടകമാണ്. സിജോ അതിനെപ്പറ്റി വളരെ സ്റ്റഡീഡാണ്. അത് കാര്യം സിജോ പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കിത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ നിരവധിയാണ്. ഈ പറയുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഒന്നുകിൽ പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കള്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ അഴിമതി നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ മക്കള് ഇതുപോലെ അവരുടെ ആശ്രിതല്ല. പാവപ്പെട്ട് പഠിച്ച് മുന്നോട്ട് വന്ന ആളുകൾക്ക് ഒരിക്കലുമില്ല, അവർ പുറന്തള്ളപ്പെട്ടു പോവുകയാണ്. വളരെ ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും 2 വിഭാഗം ഉണ്ടാകുമല്ലോ. ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു മുന്നണി ഭരണത്തിലേറുമ്പോൾ മറ്റൊരു മുന്നണിക്ക് കുറെ അംഗങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് അവരറിയാതിരിക്കില്ലല്ലോ? പുറത്തുള്ളവർ ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നിയമിക്കാൻ കഴിയാവുന്ന ഒഴിവുകളുടെ എണ്ണം ഒരു പക്ഷേ പുറത്തുള്ളവർ അറിയണമെന്നില്ല, സാധാരണ ജനം അറിയണമെന്നില്ല. എന്നാൽ ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഈ ഒരു മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ അംഗങ്ങളായവർ എന്തായാലും മറുപക്ഷത്തുള്ളവരുണ്ടല്ലോ, എതിർഭാഗത്തെ മുന്നണിയിലുള്ളവർ, അവരിത് അറിയില്ലേ? എന്തുകൊണ്ടാണ് അവർ നിശബ്ദത പാലിക്കുന്നത്? നേരത്തെ പറഞ്ഞത് ഒരു പരസ്പരം ഒരു കൊടുക്കൽ വാങ്ങൽ ഉണ്ട് ഇതിനകത്ത്. എന്നിട്ടും നടക്കാതെ വരുമ്പോഴും അല്ലെങ്കിൽ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സമര ആവാസങ്ങളൊക്കെ നടക്കുന്നത്. അല്ലാതെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, ഇപ്പൊ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ വിളിച്ചു പറയുന്നതാണ് ഏറ്റവും നമുക്ക് സങ്കടകരമായിട്ടുള്ള കൗതുകരമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് അറിയുന്നത്. വിരുദ്ധ മുന്നണിയിൽപ്പെട്ടവര് ഒരു കാൻഡിഡേറ്റിനെ തന്നെ വിളിച്ചു പറയാണ്. അപ്പൊ ഇതെന്തൊരു പ്രഹസനമാണ്. അപ്പൊ ഈ പറയുന്ന ആ കാൻഡിഡേറ്റ് ഏത് മുന്നണിയിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ ചായ്വുള്ള ആളാണെന്ന് ഈ പറഞ്ഞ ആൾക്കാരില്ല. മുമ്പിൽ വരണ കാര്യങ്ങൾ അപ്പപ്പോ വിളിച്ചു പറയാം. ഒരു ഉത്തരവാദിത്ത ബോധമില്ല. കാരണം അവർക്കെല്ലാം വേണ്ടത് വോട്ട് ബാങ്കാണ്. ആരെയും പിണക്കാൻ പറ്റില്ല. പിണക്കാതിരിക്കാൻ വേണ്ടി ഇതിപ്പോ ഉദ്യോഗാർത്ഥികൾ തന്നെ ഇപ്പൊ റാങ്ക് ലിസ്റ്റ് ഉള്ളത് തന്നെ ഗതികേട് കൊണ്ട് പോയി ഇവരുടെ സമീപിക്കും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. അവരുടെ മെറിറ്റ് കൊണ്ട് മേടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹം എത്തിപ്പെട്ടു. അതെങ്ങനെ കളയുന്നുള്ള ഇനിയിപ്പോ ഈ ഉർവശി ഷാവുകാരെന്ന് പറഞ്ഞ പോലെ ഇപ്പോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എന്നെ സംബന്ധിച്ച് ഇപ്പൊ മിനിസ്റ്റർ രാജേഷ് ഒരു ഉത്തരവിട്ടു എന്ന് അവസാനം വന്നിരിക്കുന്നത്. അത് അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാല് ഇങ്ങനെയെങ്കിലും പബ്ലിക്കായിട്ട് പറയേണ്ടി വന്നല്ലോ. മറ്റത് ഈ നേരത്തെ 2 ഉത്തരവുകൾ, ചീഫ് സെക്രട്ടറി ഉത്തരവുകൾ നിലവിലുണ്ടെങ്കിൽ പോലും ഇതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്.
ശ്രീ രാജ്മോഹൻ, നമുക്ക് ആ ഉത്തരവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് സിജോയിലേക്ക്. സിജോ, അദ്ദേഹം സൂചിപ്പിച്ചൊരു വിഷയമുണ്ട്. ഇതൊരു പങ്കുവയ്ക്കൽ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ഞാൻ ചോദിച്ചത് അതാണ്. ഒരുപക്ഷെ ഭരണത്തിലിരിക്കുന്നവനെ എല്ലാ കാര്യത്തിലും രാജിവെക്കണമെന്നും അല്ലെങ്കിൽ ഇറങ്ങിപ്പോകണമെന്നും എന്തൊരു വിഷയം വന്നാലും അവർക്കെതിരെ കൊടി പിടിക്കുന്നവർ, മറുപക്ഷക്കാർ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ലല്ലോ. സിജോ, അതെ അതെ, പഞ്ചായത്തിലൊക്കെ വരുമ്പോ ഈ പറഞ്ഞ പോലെ കൊടുക്കൽ വാഹനങ്ങൾ നടക്കുന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ഞാൻ സിജോയുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഒരേ കാൻഡിഡേറ്റിന് വേണ്ടി ഒരു പക്ഷേ ഭരണപക്ഷത്തു നിന്നും ഒരാളും മറുഭാഗത്തു നിന്നുള്ളവരും വിളിച്ചു പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതെ അതെ അതെ, നിയമനങ്ങൾ വരുന്ന സമയത്ത്, ഒരു തസ്തിക വരുന്ന സമയത്ത് ഇന്ന വലിപ്പം ആണ് ഈ പറഞ്ഞ പോലെ. ഈ PSC ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളൊന്നും പ്രതിപക്ഷത്തിന്റെ ആൾക്കാരോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെ ആൾക്കാരോ അല്ല. ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളും PSC ലിസ്റ്റിലുണ്ട്. അപ്പോ PSC ലിസ്റ്റിലുള്ള ആളുകളോട്, അതായത് ഒരു കൃത്യമായ മത്സര പരീക്ഷ എഴുതി വരുന്ന ആളുകളോട് ഒരു പുച്ഛം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം അവന്റെ പഠിച്ചുള്ള മെറിറ്റ് കൊണ്ടാണ് ആ ലിസ്റ്റിൽ വരുന്നത്. മറ്റേത് ഔദാര്യമാണ്. ആ ഔദാര്യം കൊടുത്ത ആളെ എന്നും നമുക്ക് ഉപയോഗപ്പെടുത്താം. അതേസമയം മെറിറ്റ് കൊണ്ട് വന്ന ആളോട് ഒരു രാഷ്ട്രീയ പാർട്ടി പറയാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും പോയി പണി നോക്കാൻ പറയും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വരാത്തത്. കാരണം ഏതൊരു കക്ഷിക്കും ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അയാളെ ജീവിതകാലം മുഴുവൻ ഉപയോഗപ്പെടുത്താനായിട്ട് കിട്ടുകയാണ്. സാമ്പത്തികപരമായും പിന്നെ നമ്മുടെ ആളാണ് ഇവിടെ പഞ്ചായത്തിലുണ്ട് എന്ന് പറഞ്ഞ അവരുടെ അതാണ് കാര്യം സിജോ സൂചിപ്പിച്ചത്. അവരുടെ വഴിവിട്ട കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഈ ജോലിക്കാരനെ കിട്ടും എന്നുള്ളതാണ്. കണ്ണൂർ വെച്ച് ഡ്രൈവറെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്തിനാന്ന് വെച്ചാല് ഉദ്യോഗസ്ഥരുടെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു താൽക്കാലിക ഡ്രൈവറെ കൈക്കൂലി വാങ്ങുന്നതിനിടെ അറസ്റ്റ് ചെയ്തിരുന്നു. കാരണം ഒരു താൽക്കാലികക്കാരനാണെങ്കിൽ അവൻ വഴിവിട്ട കാര്യങ്ങൾക്ക് കൂടെ നിൽക്കും. പിന്നെ നമ്മളൊക്കെ ഇത് നിയമനം നടത്താത്ത എന്താണ്, റിപ്പോർട്ട് ചെയ്യാത്ത എന്താണെന്ന് പറഞ്ഞ് പോയി കഴിയുമ്പോൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. രാത്രി എനിക്ക് മലബാറിന് കൊല്ലത്തേക്ക് പോകണം, നീ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് 5 മണിയാകുമ്പോൾ പോവും, അല്ലെങ്കിൽ 6 മണി, പരമാവധി കുറച്ചു നേരം കൂടെ അല്ലേ നിൽക്കുള്ളൂ, 9 മണിക്ക് നിങ്ങൾ എന്നെ കൊണ്ടുവിടുവോ റെയിൽവേ സ്റ്റേഷനിൽ എന്ന ചോദ്യമൊക്കെയാണ്, വിചിത്രമായ ചോദ്യങ്ങളൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. ആളുകളല്ല, ഉദ്യോഗസ്ഥർ ചോദിക്കും. രാഷ്ട്രീയക്കാർ പോട്ടെ. അപ്പോ അവര് ഈ ഒഴിവുകൾ അവിടെ ഒളിപ്പിച്ചു വെക്കാൻ രാഷ്ട്രീയക്കാർക്ക് കൂട്ടുനിൽക്കുകയാണ്. ഒരു പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് പറഞ്ഞ് ഉള്ള കാര്യമാണിത്. സിജോ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഒരു കൈക്കൂലി വാങ്ങൽ എന്ന് തന്നെ വേണമെങ്കിൽ എടുത്തു പറയാം. അത്തരം കാര്യങ്ങൾക്ക് ഈ ഡ്രൈവർമാരെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. കാരണം തനിക്ക് കിട്ടേണ്ടത് അത് ഡ്രൈവറെ കണ്ടാൽ മതി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറയാനുള്ള ഒരു എളുപ്പമാർഗം കൂടി അതിലുണ്ട്, അല്ലേ സിജോ? എളുപ്പമാർഗമുണ്ട്. കാരണം അവർക്ക് അവർ ചെയ്യാൻ നിർബന്ധിതരാണ്, അല്ലെങ്കിൽ അവന്റെ പണി പോകും. മറ്റേ കയറിയ ഒരാളെ ഒരു കാരണവശാലും അവനെ മാറ്റി വേറെ ആളെ വെക്കാൻ പറ്റും. വ്യക്തമായ കാര്യമില്ലാതെ പുറത്താക്കാൻ കഴിയില്ല. ഇതിൽ വ്യക്തമായ കാരണമൊന്നും വേണ്ട. ആ പ്രീതി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജോലി നഷ്ടപ്പെട്ട് അവിടെയും വരുന്നത് പ്രീതിയുടെ വിഷയമാണ്. അതുകൊണ്ട് താൽക്കാലികക്കാരെ മാത്രം മതി എന്നതാണ് നിലവിലുള്ള സ്റ്റാൻഡ്. നമ്മളിപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പഞ്ചായത്ത് എടുത്ത് നോക്കൂ. ആ പഞ്ചായത്തിലൊരു താൽക്കാലിക ഡ്രൈവർ ആണെങ്കിൽ അവൻ 24 മണിക്കൂറും അവർക്ക് വേണ്ടി വീട്ടുവേല അടക്കം ചെയ്തു കൊടുക്കുന്ന പോലെയാണ്. വണ്ടിയൊക്കെ വീട്ടിൽ കൊണ്ടുവെക്കുന്നു. അവരെന്തോ സ്വന്തം കാര്യം ചെയ്യുന്ന പോലെ. ഇന്നലെ ഞാൻ ജനൻ ടിവിയിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. നമ്മുടെ നാട്ടിലെ പഞ്ചായത്തിലെ വാഹനം പാർക്ക് ചെയ്യുന്നത് ഡ്രൈവറുടെ വീട്ടിലാണ്, അയാൾ രാവിലെ മീൻ മേടിക്കാൻ പോകുന്നത് അതിനകത്താണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പഞ്ചായത്താണെന്ന് പറയും, പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലത്താണെന്നും പറഞ്ഞ്. വിചിത്രമായ സംഭവങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഡ്രൈവർ വാഹനം ദുരുപയോഗം ചെയ്ത് പീഡന പരമ്പര അടക്കം നടത്തി എന്ന് പറഞ്ഞ് ഇപ്പൊ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ എങ്ങനെ സർവീസിൽ കയറി പറ്റുന്നു? ഒരു PSC പരീക്ഷ എഴുതി വരുന്നയാളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മള് പരീക്ഷ എഴുതുന്നു, അതിനുശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അതിനു മുമ്പ് ഒരു ഡ്രൈവർ തസ്തികയാണെങ്കിൽ അയാളുടെ A to Z കാര്യങ്ങൾ നമ്മൾ പർട്ടിക്കുലേഴ്സ് എന്ന് പറയും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ പർട്ടിക്കുലർ എടുക്കണം. ഈ വ്യക്തി ഇതിനു മുമ്പ് വാഹനം ഓടിച്ച് എവിടെയെങ്കിലും അപകടം വരുത്തി വെച്ചിട്ടുണ്ടോ എന്നതൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്തിട്ടാണ് ഒരാൾ എടുക്കുന്നത്. ഇപ്പോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മറ്റു സ്ഥാപനങ്ങളിലും വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ഉണ്ടോ എന്ന് തന്നെ പരിശോധിച്ച് നോക്കേണ്ടി വരും. അപ്പൊ ആ രീതിയിലുള്ള ഒരു പരിശോധനയും ഒന്നും നടത്താതെ രാഷ്ട്രീയമായിട്ട് ആളുകളെ വെറും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ എന്ന് പറഞ്ഞ് നടപടി സർക്കാരിന് എന്തായാലും ഭൂഷണമല്ല. ഇത്തരത്തിലുള്ള 100 കൂട്ടം പ്രശ്നങ്ങൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടതാണ്, പീഡന കേസ് ഉൾപ്പെടെ സർക്കാരിന് മോശം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തുണ്ടായി. എന്നിട്ടും സർക്കാർ എന്തേ ഇതിൽ നിന്നും മാറി തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്താൻ മുന്നോട്ട് വരുന്നില്ല എന്നതാണ് എന്റെ ചോദ്യം. പറയുന്നത് സാമ്പത്തിക പ്രയാസമാണെങ്കിലും ഈ താൽക്കാലികമായി ജോലി ചെയ്യുന്നവന് ശമ്പളം കൊടുക്കണ്ടേ?
ഈ താൽക്കാലിക ജീവനക്കാരനും സ്ഥിരം ജീവനക്കാരനും എന്റെ ലിസ്റ്റ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ശമ്പളത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പെൻഷൻ കൊടുക്കുന്ന കാര്യം, പെൻഷന് കോൺട്രിബ്യൂട്ട് ചെയ്താണ് പെൻഷൻ കൊടുക്കുന്നത്. 2013 ശേഷമുള്ളത് പെൻഷൻ സർക്കാരല്ലോ ചെയ്യുന്നത്, നമ്മളും കൂടെ കൂടിയല്ലേ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഒരു പ്രശ്നമില്ല. പിന്നെ പോസ്റ്റ് ക്രിയേഷന് സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറയുന്നതിനകത്ത് ഇവിടെ എന്താണ് കഥ? എന്തൊക്കെ രീതിയിൽ ദൂർത്തുകൾ ഇവിടെ നടക്കുന്നു? നമ്മളിപ്പോ PSC കാര്യം പറഞ്ഞു. PSC വഴി നിയമനം നടത്താൻ പറ്റുന്നില്ല. എന്തിനാണ് ഇത്ര വലിയ PSC മെമ്പർമാരെയും വെച്ചുകൊണ്ടിരിക്കുന്നത്? 21 ബോർഡ് മെമ്പർമാരുള്ള കേരള PSC, ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തും ഇല്ലാത്തത്ര മെമ്പർമാരുടെ എണ്ണമുള്ള ഒരു കേരള PSC എന്ന് പറഞ്ഞ സ്ഥാപനം ഇത്ര വലുതായിട്ട് ഇവിടെ ഇരിക്കുന്നു. നിയമനങ്ങൾ കൃത്യമായി നടത്താനാവുന്നില്ല. ഈ അടുത്ത 5-6 മാസത്തിനിടയ്ക്ക് നിയമനങ്ങൾ എത്ര നടന്നു എന്ന് കൃത്യമായി കണക്കെടുത്ത് നോക്കി അറിയാം. എവിടെയൊക്കെ നടന്നു ഒന്നും കാണാനില്ല. വിരലിലെണ്ണാവുന്ന നിയമങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്തുണ്ടായിരുന്ന 3000 ആരോഗ്യ വകുപ്പിലെ തസ്തികകൾ പോലും ഇതുവരെ നിയമനം നടന്നിട്ടില്ല എന്നാണ് എന്റെ അറിവ്. കാരണം ഇപ്പോഴും അതൊക്കെ താൽക്കാലികമായിട്ടാണ് എടുക്കുന്നത്. NHM നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ടുകൾ ഉപയോഗിച്ച് സ്റ്റാഫ് നഴ്സുമാരെയും ഫാർമസിസ്റ്റുകളെയൊക്കെ നിയമിച്ചാണ് ആശുപത്രികളൊക്കെ ഈ കോവിഡ് കാലത്തും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തൊക്കെ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തി എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിക്കണം. ഈ മെറിറ്റ് അടിസ്ഥാനത്തിൽ പരീക്ഷകളൊക്കെ എഴുതി വരുന്ന ആളുകളോടുള്ള അവജ്ഞ അവസാനിപ്പിക്കണം. ഇതൊക്കെ സുതാര്യമായി നടത്താനുള്ള ഒരു മാർഗമാകണം. താൽക്കാലിക നിയമനങ്ങളെല്ലാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തണം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലെ നിയമനങ്ങൾ സുതാര്യമാക്കണം. അവിടെയും നേരമണ്ണല്ല. നമുക്കറിയാം PSC പരീക്ഷ പോലും സുതാര്യമല്ലാതെ പോകുന്ന കാലമാണ്. എവിടെയോ കിടന്ന ആളുകൾക്കൊക്കെ 1-ാം റാങ്ക് കിട്ടിയ കഥകൾ ഞാനിനി ഇവിടെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ സിജോയിലേക്ക് വരാം. ശ്രീ രാജ്മോഹൻ, സിജോ സൂചിപ്പിച്ചൊരു വിഷയം, ഇവിടെ PSCയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സർക്കാർ PSCയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചോ മുഖേന നിയമിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ നിയമിക്കുമ്പോഴും താൽക്കാലികമായി അല്ലെങ്കിൽ മറ്റൊരു സംവിധാനത്തിലൂടെ നിയമിക്കുന്ന ആൾക്കും നൽകേണ്ടി വരുന്ന ശമ്പളം തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇനി PSCയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും തമ്മിൽ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും PSCക്ക് നിയമനം വിടാതിരിക്കുന്നതിനുള്ള കാരണമായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് പണമില്ലായ്മയാണ്, ശമ്പളം നൽകാൻ പണമില്ല എന്നതാണ്. സിജോ ചൂണ്ടിക്കാണിച്ച ആ പോയിന്റിൽ രണ്ടുപേരുടെയും ശമ്പളം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പെൻഷന്റെ കോൺട്രിബ്യൂഷൻ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു തൽക്കാലത്തേക്ക് ഒരാളെ വെച്ച് വീണ്ടും മാറ്റി അതിനേക്കാൾ നല്ലത് ആ ഒരു സ്ഥാപനത്തിന് എപ്പോഴും ഗുണകരം, സർക്കാരിന് ഗുണകരം, സാമ്പത്തിക വശം അവിടെ നിർത്തിയാൽ ഗുണകരം മറ്റതല്ലേ. കാരണം ഒരാൾക്ക് 1 വർഷമോ അല്ലെങ്കിൽ 6 മാസം ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന ആ 6 മാസത്തെ ഒരു സേവന പരിചയമുണ്ടല്ലോ, അത് സർക്കാരിന് തുടർന്നുള്ള കാലയളവിൽ ഉപയോഗപ്പെടുത്താൻ കഴിയില്ലേ? അല്ല, ഈ താൽക്കാലികക്കാരെ വെച്ചുകൊണ്ടുള്ള ഏതൊരു പരിപാടിക്കും ശാശ്വതമായിട്ടുള്ളൊരു ഗുണമില്ല. കാരണം എന്ന് പറഞ്ഞാൽ 6 മാസം പറഞ്ഞ് 1 കൊല്ലമൊക്കെ ജോലി ചെയ്യുമ്പോഴേക്കും ആളെ മാറ്റേണ്ടി വരും. പലരും ജോലിക്ക് ഇട്ടു പോകും. പക്ഷെ ആ ക്ഷണികമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഇത് മുഴുവൻ ഇപ്പൊ ഇതിൽ തന്നെ ഉള്ളവർ ചിലപ്പോ PSC സ്ഥിര നിയമനത്തിന് പോവും, അല്ലെങ്കിൽ വിദേശ ജോലി കിട്ടി പോവും, അല്ലെങ്കിൽ മറ്റു ജോലികൾ കിട്ടി പോവും, അല്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ച് പോവും. എന്നാലും ഞങ്ങൾ എന്ത് വന്നാലും ശരി ഞങ്ങൾ സ്ഥിര നിയമനം നടത്തില്ല, ഞങ്ങൾ താൽക്കാലികക്കാരെ എടുത്ത് ഇങ്ങനെയുള്ള ഒരു അഭ്യാസമായിട്ടാ പോകുള്ളൂ എന്നുള്ള രീതിയിലാണ്. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമല്ല അല്ലാതെയുള്ള പല ബോഡികളിലും ഇത് തന്നെയാണ് സ്ഥിതി. എന്തിനു വേണ്ടിയാണ് ഇതൊന്നും മനസ്സിലാവുന്നില്ല. PSC നോക്കുകുത്തിയാണ് കുറെ ആളായിട്ട് നിയമനങ്ങൾ നടക്കുന്നുള്ള എല്ലാം ശരി തന്നെ. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലേ, റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതിന് പ്രാഥമികമായിട്ടുള്ള കാര്യമാണ്. അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുമ്പാകെ വരണം, PSC മുമ്പാകെ വരണം. എന്തായാലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയി ഇത് കഴിഞ്ഞ് അതൊക്കെ അതിന്റെ ഉള്ളിൽ തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതിനൊക്കെ തന്നെ പല ഗൂഢപദ്ധതികളും ഉണ്ടാവും. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുപേര് അത് കഴിഞ്ഞ് വേറൊരു സമയമാകുമ്പോൾ കൂടുതൽ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഗൂഢമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം നടത്തുന്നത്. അല്ലാണ്ട് ഒരു അനവധാനതയോ അവരുടെ കെടുകാര്യസ്ഥയോ ഒന്നുമല്ല. എല്ലാം ബോധപൂർവം തന്നെയാണ് നടക്കുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതിൽ ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥിര നിയമനം അല്ലാത്ത സ്ഥിര നിയമനമാണെങ്കിൽ അയാളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുകയോ അയാളെ അറ്റാച്ച് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പറ്റും. ഈ കരാറുകാരൻ അവൻ മുങ്ങി പോയത് തന്നെ പിന്നെ ആ കേസൊന്നും ഒരിടത്തും ആവില്ല. അതൊക്കെ റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. ഈ ക്രമക്കേടുകൾ നടന്ന അടുത്ത കാലത്ത് നടന്ന എല്ലാ ക്രമക്കേടുകളും ഞാൻ എന്റെ അറിവില്ല അന്വേഷിച്ചപ്പോ സ്ഥിര നിയമനം ഉള്ള ആളുകളല്ല, താൽക്കാലികക്കാരാണ്. ആ താൽക്കാലികക്കാരും അവരെ നിയമിച്ച ആളുകളും തമ്മിൽ ഒരു നെക്സസ് ഉണ്ട്. നേരത്തെ സിജു അതുപോലെ കൃത്യമായിട്ട് പറഞ്ഞു അവിടെ അടുക്കളപ്പണി. ഞാനത് അത്രയും പറഞ്ഞില്ല. എന്നുള്ള അടുക്കളപ്പണിയെ അല്ലെങ്കിൽ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക, അത് എന്തും നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഇത്രയും നാളും കരുതിയിരുന്ന മോശപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഒപ്പിച്ചു കൊടുക്കലായിട്ട് മാറും ഇവരെ ഇത്തരത്തിലുള്ള നിയമനങ്ങളുടെ പിന്നിലുള്ള
ചരിത്രം. തീർച്ചയായും ശ്രീ രാജ്മോഹൻ, ഈ നെക്സസ് ആണ് താങ്കൾ സൂചിപ്പിച്ച ഈ നെക്സസ് തന്നെയാണ് വിഷയം. എന്നാൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണം, എംപ്ലോയ്മെന്റിനെ റിപ്പോർട്ട് ചെയ്യണം, താൽക്കാലിക ഒഴിവുകൾ എംപ്ലോയ്മെന്റിന് റിപ്പോർട്ട് ചെയ്യണം എന്ന ഉത്തരവിന് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റുകൾ രൂപീകരിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഒരു ഉത്തരവുണ്ട്. അത് 1959 1960 അത് പുറത്തിറങ്ങി. അതിന്റെ പകർപ്പ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഈ ഉത്തരവ് അതിന്റെ ഒരു ഉത്തരവിന്റെ പേര് കമ്പൽസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസീസ് ആക്ട് എന്നാണ്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഉത്തരവിൽ പറയുന്ന വിവരമുണ്ട്. നോക്കണം, 62 വർഷമായി ഉത്തരവ് വന്നിട്ട്, ഇത്രയും വർഷവും ഇതൊന്നും കൃത്യമായി നടന്നിട്ടില്ല. അന്ന് മുതൽ പറയുന്നതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ എല്ലാ സംസ്ഥാനങ്ങളും രൂപീകരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ചണ്ഡീഗഡ് ഒഴികെയുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം ആ ഉത്തരവ് ബാധകമാക്കണം, നടപ്പാക്കണം എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ അതാത് വകുപ്പ് മേധാവികൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണം, എന്നിട്ട് നിയമനങ്ങൾ അങ്ങനെ നടത്തണം എന്നാണ് ആ നിയമം പറയുന്നത്. ഈ ആക്ട് വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനുശേഷമാണ് 2014 നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്ന് അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടോം ജോസ് ഒരു ഉത്തരവ് കേരളത്തിൽ ഇറക്കിയത്. ആ ഉത്തരവിൽ അത് പഴയ 1959 60 പുറത്തിറങ്ങിയ ആ ഉത്തരവിനെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ അത് അവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ഈ ഉത്തരവിൽ 2014 ഉത്തരവിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുമുള്ളത്. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും അറിയാൻ പാടില്ലായിട്ടല്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പോകണം എന്നുള്ളത് അറിയാൻ പാടില്ലായിട്ടല്ല അവിടെ നിന്ന് ആൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കൊടുക്കുകയോ ഏത് രീതിയിലും അവരുടെ മുന്നിൽ പ്രഷർ വരികയാണ്. ഈ ഒരു വേക്കൻസി വരുമ്പോഴേക്കും രാഷ്ട്രീയമായിട്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വിളിച്ചിങ്ങനെ പറയാന്ന് പറയുമ്പോൾ അതിപ്പോ ഈ നമ്മളുടെ പരാമർശ വിധേയമായിട്ടുള്ള ഈ ലെറ്റർ പാഡിൽ കത്ത് കൊടുക്കുന്നത് അതിന്റെ നിജസ്ഥിതിയെ കുറിച്ച് ഫുള്ള് അന്വേഷണങ്ങൾ നടക്കട്ടെ. അതുകൊണ്ട് ഞാൻ ലെറ്റർ പാഡിൽ കൊടുക്കുകയല്ല, അതൊക്കെ ഓറലി വിളിച്ചു പറയലാണ് ഇവിടെ നടക്കുന്നത്, സ്ഥിരമായിട്ട് അതിന് നടക്കുന്നത്. അപ്പോ ആ വിളിച്ചു പറയും. പിന്നെ ഇന്റർവ്യൂ ആണല്ലോ, ഇന്റർവ്യൂലൊക്കെ എങ്ങനെയാണല്ലോ നമുക്കറിയാം. അല്ല, ഏത് മുന്നണിയായാലും ഇപ്പൊ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ആ ഭരിക്കണ മുനിസിപ്പാലിറ്റി ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ഭരിക്കണ ആരാണെന്ന് പറഞ്ഞാൽ അവരുടെയും കൂടെ ഒരു വിഹിതം രണ്ടും കൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇത്ര പേരെ കൊടുക്കാന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ലാണ്ട് ഒന്നും നടക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു പറയുമ്പോൾ അവർക്ക് PSCയുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് മുമ്പിൽ നിന്ന് ആളെ എടുത്തു. പക്ഷെ നമ്മളിത് പറയുമ്പോഴും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും ആളെ എടുത്ത് നടത്തുന്ന നല്ല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട്. അത് മിക്കവാറും എനിക്ക് എന്റെ അറിവിലാണ് ഈ വാട്ടർ അതോറിറ്റി പോലെയുള്ള സ്ഥലത്തൊക്കെ ഉള്ള പല ജീവനക്കാരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് വന്നതാണ്. അവർക്ക് പിന്നെ കുറച്ചുകൂടെ ലോയലായിട്ട് ജോലി ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ പൈസയൊക്കെ കൈകാര്യം ചെയ്യുന്ന ക്യാഷിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഒരു തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും. അല്ലാതെയുള്ള എടുക്കുന്നവരെയാണ് നമ്മൾ അവരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാല് ഒരു വിജിലന്റ് ആയിട്ട് ഇരിക്കാൻ പബ്ലിക്കും കൂടെ തയ്യാറാവേണ്ടതാണ്. ഇവർ നാളെ ആ സീറ്റിൽ ഉണ്ടാവില്ല, അയാൾ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. ഈ പൈസയൊക്കെ അവരെ ഏൽപ്പിക്കുന്നത് എങ്ങനെയാ എനിക്ക് മനസ്സിലാവുന്നില്ല. കരാർ ജീവനക്കാർ ഇപ്പൊ ഐഡന്റിറ്റി കാർഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടുന്നതുകൊണ്ട് പബ്ലിക് വിചാരിക്കുകയാണ് സ്ഥിര നിയമനമാണ്, ഇയാള് നമുക്ക് വളരെ വിശ്വസിക്കാവുന്ന ആളാണെന്ന്. ഈ നിയമനം നടത്തിയ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരും ഈ പറഞ്ഞ താൽക്കാലിക നിയമനം ലഭിച്ചവരും തമ്മിൽ നമ്മുടെ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്തർധാര, അങ്ങനെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ടായിരിക്കുമല്ലോ ഇയാൾ ധൈര്യമായി ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അല്ല, ഏൽപ്പിക്കുന്ന ഈ ഭരിക്കുന്ന കക്ഷി അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയിലെ അല്ലെങ്കിൽ ആ കോർപ്പറേഷനിലെ കക്ഷി, നമ്മളിപ്പോ സ്പെസിഫിക് ആയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പറയണോണ്ടാണ് ഞാൻ പറയണത്. അവരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കാൻ ഉദ്യോഗസ്ഥന് പറ്റൂലല്ലോ. ആ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന തീർച്ചയായിട്ടും നഗരസഭയ്ക്കുള്ളിലാണ് വേണ്ട. നഗരസഭ തദ്ദേശ സ്വയംഭരണ കീഴിലാണല്ലോ സ്കൂളുകളും ആശുപത്രികളൊക്കെ. അവിടുത്തെ നിയമനത്തിന് ഇതിപ്പോ അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയിട്ട് ഈ രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലേക്ക് ഇവ വന്നതോടുകൂടി നേരത്തെ നമ്മൾ മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്തുള്ള അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ട് അഴിമതി കൂടി വികേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതേ ഇന്റർവ്യൂ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള PHC അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഇന്റർവ്യൂകളിൽ തികച്ചും രാഷ്ട്രീയമായിട്ടാണ്. ഇപ്പൊ ക്വാളിറ്റി ഉള്ള ഒരു മെറിറ്റ് ഉള്ള ഒരു കുട്ടി അവിടെ ഇന്റർവ്യൂ ബോർഡിന് മുമ്പ് ഹാജരാകാൻ പോകുന്നതിന് മുമ്പ് 2 പേരോടെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടേ പോവുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ജോലി നഷ്ടപ്പെട്ടാലോ എന്നുള്ളൊരു തോന്നലാണ് ഈ പരീക്ഷ ഉദ്യോഗാർത്ഥിക്കുള്ളത്.
അത് രാഷ്ട്രീയക്കാരൻ പറഞ്ഞാൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചു. ഈ രാഷ്ട്രീയക്കാരൻ എന്തെല്ലാം രീതിയിലുള്ള ഫേവർ തിരിച്ചു ചോദിക്കുന്നത് പണമായിട്ട് ചോദിക്കാം. ഇനി അല്ലെങ്കിൽ പല പല ആരോപണങ്ങളുണ്ടല്ലോ. ഇപ്പൊ സ്ത്രീകളായിട്ടുള്ള ആളുകളാണെങ്കിൽ എന്തെല്ലാം ഉണ്ട്. എനിക്കറിയാം പല പല കേസുകളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള സാഹചര്യം വരെ എത്തിക്കും. ശ്രീ രാജ്മോഹൻ, ഞാൻ താങ്കളിലേക്ക് വരാം. സിജോ കേൾക്കുന്നുണ്ടോ? അദ്ദേഹം സൂചിപ്പിച്ച വിഷയങ്ങൾ ഇതാണ്. ഒരു ഉദ്യോഗാർത്ഥി ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ പോലും ആ ഉദ്യോഗാർത്ഥിയുടെ ആത്മവിശ്വാസമല്ല, അല്ലെങ്കിൽ കാരണം ആ ഉദ്യോഗാർത്ഥിക്ക് പോലും സംശയമാണ് താൻ എത്ര മിടുക്കനായാലും കിട്ടാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ ആ ഒരു ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതിന് റെക്കമെൻഡേഷൻ വേണം. അതാണ് അവസ്ഥ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനമാക്കിയാൽ പോലും അതിനും വലിയൊരു ഇന്റർവ്യൂ നടക്കും. ഒരു സ്വീപ്പർ തസ്തികയിലേക്ക് ഒരു ജോലി കൊടുക്കുവാണെങ്കിൽ ഇന്റർവ്യൂ ഉണ്ട്. സ്വീപ്പർക്ക് എന്താണ് ഇന്റർവ്യൂ? അവിടെയും വിളിച്ചു പറയേണ്ട അവസ്ഥയാണല്ലോ. അല്ല, ഇന്റർവ്യൂ നടത്തുന്നത് തന്നെ ഒന്നാമത്തെ അഴിമതിയാണ്. അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ എടുക്കാനുള്ള ഒരു ഇതായിട്ടാണ് ഇന്റർവ്യൂ വെക്കുന്നത്. അനാവശ്യമായ പോസ്റ്റുകളിൽ, അതായത് ഇന്റർവ്യൂ അത്യാവശ്യമല്ലാത്ത പോസ്റ്റുകളിൽ ഇന്റർവ്യൂ നടത്തുന്നത് ഇത്തരത്തിലെ ആളുകൾ വേണ്ടി തന്നെയാണ്. അവരെ പിന്നീട് വേറെ പരീക്ഷകളൊക്കെ നടത്തു, ഇൻ സർവീസ് കോഴ്സുകളൊക്കെ നടത്തിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്തിട്ടൊക്കെയാണ് പല ഡിപ്പാർട്ട്മെന്റുകളിലും. മ്യൂട്ടാണെന്ന് തോന്നുന്നു ഫോൺ. ചില ഡിപ്പാർട്ട്മെന്റുകളിൽ ഹോമിയോ അറ്റൻഡർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ആ റാങ്ക് ലിസ്റ്റില് സ്വീപ്പർ തസ്തികയിൽ കയറിയിരിക്കുന്ന ആൾക്കാർക്ക് ഇൻ സർവീസ് കോഴ്സ് നടത്തി ഹോമിയോ അറ്റൻഡർ ആവാം. ആ ഡിപ്പാർട്ട്മെന്റിലെ വളരെ താഴ്ന്ന ജോലിയായ സ്വീപ്പർ തസ്തികയിലുള്ളവർക്ക് ഇൻ സർവീസ് കോഴ്സ്. അതേസമയം ആ ലിസ്റ്റ് ഇവിടെ റെഡിയായിട്ട് ഞാൻ സൂചിപ്പിക്കട്ടെ, ആ വിഷയത്തിൽ ഈ ഇപ്പോ സ്വീപ്പർ തസ്തികയിൽ കയറിയ ആള് ആ പോസ്റ്റിന്റെ ഒരു പേര് പറഞ്ഞല്ലോ, ഹോമിയോ അറ്റൻഡർ ഗ്രേഡ് 2. ഹോമിയോ അറ്റൻഡർ. ഈ ഹോമിയോ അറ്റൻഡർ ആയിട്ട് നേരിട്ട് താൽക്കാലിക നിയമനം നടത്താൻ ബുദ്ധിമുട്ടാണല്ലോ, ശരിയല്ലേ? അപ്പം അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞാണ്. അതാണ്. അപ്പോൾ ഈ സ്വീപ്പറായിട്ട് നമുക്ക് താൽക്കാലികമായിട്ട് ഒരാളെ നിയമിക്കാൻ കഴിയും. ഇയാളെ പ്രൊമോട്ട് ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിലൂടെ ഉയർത്തി വിട്ടാൽ ആ ഒഴിവ് വീണ്ടും വരികയാണല്ലോ. അവരവിടെ നിന്ന് ക്വാളിഫൈ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഹോമിയോ അറ്റൻഡർ ആയിട്ട് ഉയർത്താൻ കഴിയും. ഉയർത്തുമ്പോ ഈ PSC പരീക്ഷകൾ കൃത്യമായി നടക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ കൃത്യമായി വിവരാവകാശമൊക്കെ വെച്ച് അന്വേഷിക്കുമ്പോഴാണ് ഇത് അറിയുന്നത്. നമുക്ക് കയറേണ്ട പോസ്റ്റുകളിലേക്ക് ഈ സ്വീപ്പർമാരുടെ എണ്ണം, അവിടെ ഇതിനൊക്കെ കൃത്യമായ റൂൾസ് വന്നിട്ടുണ്ട്. സ്പെഷ്യൽ റൂൾ ഉണ്ട്. സ്പെഷ്യൽ റൂൾ എന്ന് പറഞ്ഞാൽ 50-50 ഒരു കണക്കുണ്ട്. അപ്പം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വരുന്ന ആളുകൾ ഇത്ര ശതമാനമേ പാടുള്ളൂ എന്നുണ്ട്. അതുപോലെ PSC ലിസ്റ്റിൽ നിന്നുള്ളവർക്ക് ഇത്ര ശതമാനം എന്നുള്ള കണക്കുണ്ട്. പക്ഷെ ആ കണക്കൊക്കെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തക്കാർക്ക് എണ്ണം അങ്ങനെ കൂട്ടിക്കൊടുക്കുകയാണ്. എണ്ണം കൂട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിൻവാതിൽ വഴി കയറാൻ തന്നെ ഇനി പറയാം. അത് നേരിട്ട് ആ തസ്തികയിലേക്ക് വരുന്നതല്ലെങ്കിലും വേറൊരു തസ്തികയിൽ വന്ന് അവിടെ നിന്ന് മാറി ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇതുപോലെയുള്ള എത്രയൊക്കെ വിചിത്രമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിന്റെ പുറകിൽ നടന്നാലേ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മള് സൂചിപ്പിച്ച പോലെ കേരളം കണ്ടതിൽ വെച്ച് വലിയൊരു അഴിമതിയാണ് ഈ പറഞ്ഞ കാര്യത്തിന്റെ പിന്നിൽ നടക്കുന്നത്. ഇതിനകത്ത് സാമ്പത്തിക ലാഭം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ താൽക്കാലികമായി കയറുന്ന ജോലി കിട്ടിയ, രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മർദ്ദം വഴി ജോലി കിട്ടിയ ആള് ആ പാർട്ടിയുടെ യൂണിയനകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. പിന്നെ അവരാ യൂണിയനിൽ സ്ഥിരമായിട്ടുണ്ടാവും. അതേസമയം PSC വഴി കയറിയ ഒരാള് ഒരു യൂണിയനിൽ പ്രവർത്തിക്കണം നിർബന്ധമില്ല. പ്രതിപക്ഷം ഇങ്ങനെ ഒരു സംഭവം വരുന്നു. പറയൂ സിജോ. കേൾക്കാം. നമുക്ക് PSC വഴി കയറിയ ഒരാൾ ജോലി കിട്ടിയ യൂണിയനിൽ തന്നെ, അതായത് അവർക്ക് ജോലി കൊടുത്ത ഇപ്പൊ ഭരിക്കുന്ന യൂണിയനിൽ തന്നെ നിൽക്കണം എന്ന് നിർബന്ധമില്ല. അതുപോലെ താൽക്കാലികമായി ജോലി കിട്ടിയ ഒരാളെ സ്ഥിരപ്പെടുത്തി എടുക്കുവാണെങ്കിൽ ഈ ജോലി കൊടുത്ത പാർട്ടി, അതായത് തദ്ദേശ കൂറ് കാണിക്കേണ്ടി വരും. തീർച്ചയായും ആ യൂണിയനിൽ പ്രവർത്തിക്കേണ്ടി വരും. അവിടെ മറ്റൊരു വിഷയമുണ്ട്. ഈ ജോലി വാങ്ങിത്തന്ന ആളോട് അല്ലെങ്കിൽ പാർട്ടിയോട് കാണിക്കുന്ന കൂറ് വേണ്ടി വരുമ്പോൾ പാർട്ടിയുടെ യോഗങ്ങൾക്കോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ തന്റെ ജോലി ഒഴിവാക്കി വെച്ച് പോകേണ്ടിയും വരും. അവിടെയും നഷ്ടം വരുന്നത് സർക്കാരിനാണ്. ആ നഷ്ടങ്ങളൊക്കെ വഹിച്ചുകൊണ്ടാണ് ഇപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പോകുന്നത്. യൂണിയൻ ആണല്ലോ. നമ്മൾ പറഞ്ഞ പോലെ കേരളം ഭരിക്കുന്നത് വിവിധ യൂണിയനുകളാണ്. അവരാണ് തീരുമാനിക്കുന്നത് കാര്യങ്ങളെല്ലാം. ഇനി മറ്റൊന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിക്കോട്ടെ സിജോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഠിച്ച് പരീക്ഷകൾ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് കാത്തിരിക്കുന്നവരുണ്ട്. ഇതിൽ നല്ലൊരു വിഭാഗം പേരും 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സുകളിലും ഫസ്റ്റോ സെക്കൻഡോ ഒക്കെ ആയി മുൻനിരയിലിരുന്ന് പഠിച്ച് മിടുക്കന്മാരായി പഠിച്ച് നല്ലൊരു ജോലി പഠിച്ചെഴുതി ഒരു ഉയർന്ന പൊസിഷനിൽ നല്ല ജോലിയിൽ ഇരിക്കാമെന്ന് ആഗ്രഹിച്ച് ടെസ്റ്റ് എഴുതി
റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് കാത്തിരിക്കുകയാണ്, അവന് വരുമാനമില്ല. അതേ സ്ഥാനത്താണ് ഈ പറഞ്ഞ ഒരു വിഷയവുമില്ലാതെ താൻ പഠിച്ചിരുന്ന കാലത്ത് വിദ്യാർത്ഥി സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നവർ പോലും നല്ല ജോലി വാങ്ങി മുന്നിലൂടെ പോകുന്നത്. എന്തായിരിക്കും ഈ ഉദ്യോഗാർത്ഥിയുടെ മാനസികാവസ്ഥ? ഒരു PSC പരീക്ഷയ്ക്ക് പഠിച്ച് ആദ്യത്തെ റാങ്കുകളിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അതിന് വന്നിട്ടുണ്ടാവുക എന്നത് എല്ലാവരും മനസ്സിലാക്കണം. അതുപോലെ ഒരു PSC പരീക്ഷ എഴുതാൻ പോകാൻ ഇന്നത്തെ കാലത്ത് എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന്. നമ്മൾക്കൊക്കെ പരീക്ഷയ്ക്ക് സെന്ററൊക്കെ കിട്ടുന്നത് കാസർഗോഡ് ജില്ലയുടെ അങ്ങ് ഉൾനാടൻ പ്രദേശങ്ങളിലാണ്. ഞാൻ ഇതുവരെ എഴുതിയ പരീക്ഷകൾക്കെല്ലാം എനിക്ക് സെന്റർ കിട്ടിയിട്ടുള്ളത്. അവിടേക്ക് ഈ മെയിനായിട്ടുള്ള എക്സാം ഒക്കെ ഉള്ള ദിവസം യാത്രാ വിഷമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിന്റെ ഒക്കെ ഒരു കമ്പിയിൽ തൂങ്ങി പിടിച്ചൊക്കെ പോയി എഴുതിയ പരീക്ഷകളാണ്. ഞാൻ ഉൾപ്പെട്ട ലിസ്റ്റിൽ ഞാൻ വന്ന് ഇന്നും ഓർക്കുന്നു. കണ്ണൂർ ജില്ലയിൽ അന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന സമയമാണ്. തലേദിവസം ഹർത്താലാണ്. പിറ്റേ ദിവസം രാവിലെ 7 മണിക്കാണ് പരീക്ഷ. തലേദിവസം രാത്രി കണ്ണൂർ പോയി താമസിച്ച് രാവിലെ 7 മണിക്ക് പരീക്ഷ എഴുതി. അന്നാണ് ഞാൻ ലിസ്റ്റിൽ വന്നത്. ഞാൻ ഇന്നും വ്യക്തമായിട്ട് ഓർക്കുക. അപ്പൊ അതുപോലെയുള്ള കഷ്ടപ്പാട് സഹിച്ച് റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടി വന്നു കഴിയുമ്പോഴാണ് പറയുന്നത് കിട്ടാനുള്ള വേക്കൻസികളിലെല്ലാം താൽക്കാലികക്കാർ കയറിയിരിക്കുകയാണ്. അവര് 10-15 വർഷമായിട്ട് തുടരുകയാണ്. അവര് സ്ഥിരപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ആദ്യം അവരാണ് ജയിച്ചത്. തസ്തിക സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളെക്കാളും മുന്നേ ഞങ്ങളുടെ ലിസ്റ്റിലുള്ള 51 പേരെ സർക്കാർ സ്ഥിരപ്പെടുത്തുകയാണ്. പിറ്റേ ദിവസം തന്നെ ഞങ്ങളത് ട്രിബ്യൂണലിൽ കേസ് ഫയൽ ചെയ്ത് സ്റ്റേ വാങ്ങിച്ചു. സ്റ്റേ വാങ്ങിച്ച് ഉത്തരവ് ഓഫീസിൽ കൃത്യമായി എത്തിച്ചു. പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ എത്തിച്ചു. ഇതിന്റെ മുകളിലുള്ള തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടാണ് കോടതി അന്ന് ഇന്ററിം ഓർഡറാണ് ഇറക്കിയത്. ഫൈനൽ ജഡ്ജ്മെന്റ് വന്നില്ല. പക്ഷെ തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. കോടതി ഉത്തരവ് ഒരു രീതിയിലും ആ ഡിപ്പാർട്ട്മെന്റ്, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കിയിട്ടില്ല. ആ സ്ഥിരപ്പെടുത്തിയ വ്യക്തികളെല്ലാം തന്നെ കൃത്യമായി ശമ്പളവും മേടിച്ച് നമ്മുടെ മുന്നിലെ നമ്മളെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് നടക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത്. ആ വ്യക്തികളടക്കം ഞാൻ വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്തു തരാം. അപ്പോ ഈ വ്യക്തികൾ ഇതിനു മുമ്പ് സ്ഥിരപ്പെടുത്തണം, സർക്കാർ സ്ഥിരപ്പെടുത്തുന്നതിന് മുമ്പേ തന്നെ അവരെ സ്ഥിരപ്പെടുത്തി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയപ്പം ആ കോടതി അവരുടെ ഇത് തടഞ്ഞു. അവര് ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു സ്ഥിരപ്പെടുത്തൽ എന്ന് പറഞ്ഞ പരിപാടി സർക്കാരിന് ചെയ്യാൻ കഴിയില്ല, ഹൈക്കോടതിക്കും ചെയ്യാൻ കഴിയില്ല. ചെയ്യണമെങ്കിൽ സുപ്രീം കോടതി ഇടപെടണം. 2006 ഉമാദേവി വേഴ്സസ് കർണാടക സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കേസ് പ്രകാരം ഇനി ഒരു സ്ഥിരപ്പെടുത്തൽ കീഴ്ക്കോടതികൾക്ക് അല്ലെങ്കിൽ സർക്കാരിന് ചെയ്യാൻ കഴിയില്ല. സുപ്രീം കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് നടക്കൂ എന്ന് പറഞ്ഞു. ഈ വ്യക്തികളെല്ലാം കൂടി ഒന്നിച്ച് സുപ്രീം കോടതി പോയ ഷാജു എ എന്ന് പറഞ്ഞ ആളാണ്. കണ്ണൂർ ജില്ലയിലെ പടിയൂർ പഞ്ചായത്തിലുള്ള ഷാജു എ എന്ന് പറഞ്ഞ സ്ഥിരപ്പെട്ട അയാളോട് ജോലി ചെയ്യുന്നുണ്ട്. സർക്കാർ സ്ഥിരപ്പെടുത്തി കൊടുത്തു. ഈ കേസ് ഈ നവംബർ 17-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വരാനിരിക്കുന്ന മുമ്പേ തന്നെ സർക്കാർ ഇടപെട്ട അയാളെ സ്ഥിരപ്പെടുത്തി കൊടുത്തു. ഇനി ആ കേസിന് പോകേണ്ടി വരില്ല. ആ കേസിന്റെ സുപ്രീം കോടതിയിലെ കേസിന്റെ എതിർഭാഗത്ത് ഞാൻ കക്ഷിയാണ്. അതുകൊണ്ടാണ് ഞാനിത് വ്യക്തമായി പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ അതും കേസിന്റെ വക്കീലിനെ കണ്ട് ഞാൻ സംസാരിച്ചതുമാണ്. അപ്പൊ പറഞ്ഞു ഇനി ഷാജുവിന് കേസിൽ പങ്കെടുക്കാൻ വരേണ്ട കാര്യമില്ല, ഷാജു ഓൾറെഡി സ്ഥിരപ്പെട്ടല്ലോ. അപ്പോ സുപ്രീം കോടതിന്റെ പരിഗണനയിലാണ് കേസിരിക്കുന്നത്. കേസ് കൊടുത്തിരിക്കുന്ന ഷാജു ആയതുകൊണ്ട് തന്നെ കേസ് സ്വാഭാവികമായിട്ടും പിൻവലിക്കപ്പെടും. കാരണം അയാളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി കൊടുത്ത കേസാണ്. അപ്പൊ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഒരു പറ്റം PSC ഉദ്യോഗാർത്ഥികൾ ഇവിടെയുണ്ട്. ആ സമയത്ത് ഇദ്ദേഹത്തെ സ്ഥിരപ്പെടുത്തി കൊടുത്താൽ ഇത്തരത്തിൽ കേരളത്തിൽ താൽക്കാലികമായി 10 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകൾ എല്ലാവരും സ്ഥിരപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അതാണ് ഞങ്ങളുടെ വാദം. ഞങ്ങൾ അങ്ങനെ കോടതിയിൽ പ്രസന്റ് ചെയ്തതാണ്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. അവരെ സർക്കാർ തന്നെ സ്ഥിരപ്പെടുത്തി കൊടുത്തു. അപ്പം പുതിയൊരു തസ്തിക ഉണ്ടാക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യം ഇപ്പോഴും ഞങ്ങൾക്ക് തസ്തിക സൃഷ്ടിച്ചു തരാത്തത്. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുമ്പോൾ ഉണ്ടാക്കുന്ന തസ്തികയ്ക്ക് പണം വേണ്ടേ എന്നതാണ് എന്റെ ചോദ്യം. ആ തസ്തികയ്ക്ക് പണം വേണ്ട, ഈ താൽക്കാലികക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണം വേണ്ട. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ജോലിക്ക് കയറണമെങ്കിൽ സർക്കാരിന് ശമ്പളം തരാൻ പൈസയില്ല, തസ്തിക സൃഷ്ടിക്കാൻ പൈസയില്ല, കോടതിയിൽ ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ നടപ്പാക്കാൻ കഴിയില്ല. അതുപോലെ കോടതിയിൽ നടക്കുന്ന കേസുകൾക്ക് പരമാവധി ഇട്ട് വലിപ്പിച്ച് അതിന് മറുപടി കൊടുക്കാതിരിക്കുക. 3 വർഷമായ കേസിന് ഇപ്പോഴാണ് മറുപടി കൊടുത്തത്. കഴിഞ്ഞ മാസം മറുപടി കൊടുത്തു. കോടതി കോടതി പറഞ്ഞു ഇനിയും സർക്കാർ ഭാഗത്തുനിന്ന് മറുപടി വന്നില്ലെങ്കിൽ ഏകപക്ഷീയമായി വിധി വരും എന്ന് പറഞ്ഞപ്പോ പോയി സാമ്പത്തിക ബാധ്യതയാണ്, തസ്തിക സൃഷ്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു മറുപടി കൊടുത്തു. ഈ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. അതിനിടയ്ക്ക് കേസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ ജഡ്ജിമാര് കൂട്ടത്തോടെ അവരുടെ കാലാവധി പൂർത്തിയാക്കി മാറുന്നു. ഇനി പുതിയ ആളുകൾ വരണം. ഇപ്പോ കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ PSC ലിസ്റ്റുകളിലും ഉൾപ്പെട്ട ആളുകൾ അവരുടെ ഓരോരോ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എറണാകുളം, തിരുവനന്തപുരം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. ഈ കേസുകൾ ഒരു തീരുമാനമാകാതെ ഇവിടെയുള്ള PSC നിയമനങ്ങൾ ഇനി പുതിയ ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി പുതിയ ലിസ്റ്റുകാരും പഴയ ലിസ്റ്റുകാരുമായിട്ടായിരിക്കും കേസ്.
അപ്പോ നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന താൽക്കാലികക്കാർക്കെതിരെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. അവരെ മാറ്റി PSC ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണമെന്ന് പറഞ്ഞ് അതിന്റെ വിധി വരണമെങ്കിൽ ഇനിയും കോടതി ചേരേണ്ടതുണ്ട്, കോടതി വാദം കേൾക്കേണ്ടതുണ്ട്. പുതിയ ജഡ്ജിമാർ അതിൽ വാദം തുടർന്ന് ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് വരണം. ഇതിനിടയ്ക്ക് പുതിയ പരീക്ഷ നടന്നു, ലിസ്റ്റ് വരാനിരിക്കുകയാണ്. ഇനിയിപ്പോ പുതിയ ആളുകൾ വന്ന് സിജോ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. സിജോ ഇപ്പോൾ പറയുന്നത് PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ കാര്യം കൂടി മാത്രമാണ്. അത് താങ്കൾ അസോസിയേഷന്റെ പ്രതിനിധി ആയതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ. അതുകൊണ്ട് എന്നാൽ എംപ്ലോയ്മെന്റ് വഴി നടത്തേണ്ട നിയമനങ്ങൾ കൂടി ഇല്ലാതെ ഇതിലൊന്നും പെടാത്ത ആൾക്കാർ നോക്കണം. PSCയിൽ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ കാത്തിരിക്കുന്നവരുണ്ട്. PSCയിൽ നിന്ന് നിയമനം വരുന്നത് വരെയുള്ള കാലയളവിലെങ്കിലും താൽക്കാലിക ജോലി ചെയ്യാനായി എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്ത് അവിടുത്തെ സീനിയോറിറ്റി ലിസ്റ്റിലുള്ളവരുണ്ട്. ഇതൊന്നും അല്ലാതെ നിയമിക്കപ്പെടുന്നവരാണ് പ്രശ്നം. 2008 എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്താണ്. 2008 മുതൽ ഞാനൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് എംപ്ലോയ്മെന്റിൽ. ആ എംപ്ലോയ്മെന്റിൽ നിന്ന് ഇപ്പോഴും താൽക്കാലികമായിട്ട് എംപ്ലോയ്മെന്റ് വഴിയല്ലാതെ താൽക്കാലികമായി ജോലി ചെയ്ത ആളുകൾ ഇപ്പൊ ഇരിട്ടിയിലെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിൽ ലാസ്റ്റ് ഒഴിവ് വന്നു. ഇവിടെ എല്ലാ ആളുകൾ കയറുന്നുണ്ട്. ഈ ഗവൺമെന്റ് ഓഫീസ് കണ്ണൂർ ജില്ലയിൽ വരുന്ന വിവിധ ഓഫീസുകളിൽ വേക്കൻസി വരുന്നു. സിജോയിലേക്ക് ഞാൻ തിരിച്ചു വരാം. നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയവുമായി അല്പം ബന്ധമുള്ള വിഷയം കൂടിയാണ്. സാമ്പത്തിക സംവരണവുമായി മേൽത്തട്ടിൽ സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതിയുടെ വിധി ഇന്ന് ആ വിധി വരുന്നു, വിധി പ്രവചിക്കുകയാണ് ഇപ്പോൾ. അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ആ വിഷയത്തിന് ഒരു റെലവൻ്റായ പ്രാധാന്യമുണ്ട്. അതിന്റെ തത്സമയ സംപ്രേഷണം ഇപ്പോൾ കാണാം. What was envisioned by the framers of the Constitution, what was proposed by the Constitution Bench in 1985, and what was sought to be achieved on the completion of 50 years of the advent of the Constitution, that is, the policy of reservation must have a time span, has still not been achieved even till this day. That is, till the completion of 75 years of our independence. It cannot be gainsaid that the age-old caste system in India was responsible for the origination of this reservation system in the country. It was introduced to correct the historical injustice faced by the persons belonging to the SCs, STs, and other backward classes, and to provide them a level playing field to compete with the persons belonging to the forward classes. However, at the end of 75 years of our independence, we need to revisit the system of reservation in the larger interest of the society as a whole, as a step forward towards the transformative constitutionalism. Be it noted that as per Article 334 of the Constitution, the provisions of Constitution relating to the reservation of seats for SCs and STs in the House of People and in the legislative assemblies of the states would cease to have effect on the expiration of the period of 80 years from the commencement of the Constitution. The representation of Anglo-Indian community in the House of Parliament and in the legislative assemblies of the state by nomination has already ceased by virtue of 104th Amendment that is with effect from 25th January 2020. Therefore, similar timeline, if prescribed, for the special provisions in respect of the reservations and representations provided in Article 15 and 16 of the Constitution, it would be a way forward leading to an egalitarian, casteless and classless society. Thank you so much. May I now invite Justice Paradiwala to place his view. While concurring with my esteemed brother, Justice Maheshwari, and my esteemed sister, Justice Bila Trivedi, and while upholding the validity of the impugned amendment, I have thought fit to observe, I quote, thus, reservation is not an end, but a means to secure social and economic justice. Reservation should not be allowed to become a vested interest. Real solution, however, lies in eliminating the causes that have led to the social, educational, and economic backwardness of the weaker sections of the community. This exercise of eliminating the causes started immediately after the independence, that is almost 7 decades back, and it still continues. The long-standing development and the spread of education
have resulted in tapering the gap between the classes to a considerable extent. As larger percentages of backward class members attain acceptable standards of education and employment, they should be removed from the backward categories so that the attention can be paid towards those classes which genuinely need help. In such circumstances, it is very much necessary to take into review the method of identification and the ways of determination of backward classes, and also ascertain whether the criteria adopted or applied for the classification of backward is relevant for today's conditions. The idea of Baba Saheb Ambedkar was to bring social harmony by introducing reservation for only 10 years. However, it has continued past 7 decades. Reservation should not continue for an indefinite period of time so as to become a vested interest. In the result, I hold that the impugned amendment is valid and in no manner alters the basic structure of the Constitution. Thank you. Finally, I invite Justice Savindra Bhatt to place it. I regret my inability to concur with the views expressed by the majority opinion on the validity of the 103rd Amendment on question number 3, since I feel, for reasons set out elaborately in the following opinion, that this court has for the first time in the seven decades of the Republic sanctioned an avowedly exclusionary and discriminatory principle. Our Constitution does not speak the language of exclusion. In my considered opinion, the amendment by the language of exclusion undermines the fabric of social justice and thereby the basic structure. I am of the opinion that the application of the doctrine of classification, differentiating the poorest segments of societies as one segment, that is the poor beneficiaries of reservation, and the other, the poorest who are subjected to additional disabilities due to caste stigmatization or social barrier-based discrimination, the latter being justifiably kept out of the new reservation benefit, is an exercise in deluding ourselves that those getting social and educational backwardness-based reservations are somehow more fortunate. This classification is plainly contrary to the essence of equal opportunity. If this Constitution means anything, it is that the code of Articles 15.1, 15.2, 15.4, 16.1, 16.2 and 16.4 are one indivisible whole. This court has reiterated time and again that Articles 16.1 and 16.4 are facets of the same equality principle. That we need Articles 15.4 and 16.4 to achieve equality opportunity guaranteed to all in Articles 15.1 and 16.1 cannot now be undermined through this reasoning to hold that the theory of classification permits exclusion on this very basis. The characterization of including the poor, that is, those who qualify for economic eligibility, among those covered under Articles 15.4 and 16.4 in the new reservations under 15.6 and 16.6 as bestowing double benefit is incorrect. What is described as benefits for those covered under Articles 15.4 and 16.4 by the Union cannot be understood to be a free pass, but as a reparative and compensatory mechanism meant to level the field, where they are unequal due to their social stigmatization. This exclusion violates the non-discrimination and the non-exclusionary facet of the Equality Code, which thereby violates the basic structure of the Constitution. The impugned amendment creates pathways, gateways, and opportunities to the poorest segments of our society, enabling them multiple access points to spaces they were unable to go
places and positions they were unable to fill, and opportunities they could not hope ever to ordinarily lose due to their destitution, economic deprivation, and penury. These destitution, economic deprivation, poverty are markers or intelligible differentia, forming the basis of the classification on which the impugned amendment is entirely premised. To that extent, the amendment is constitutionally indefeasible. However, by excluding a large section of the equally poor and destitute individuals based on their social backwardness and legally acknowledged caste stigmatization from the benefit of the new opportunities created for the poor, the amendment practices constitutionally prohibited forms of discrimination. The overarching principles under Articles 15.1, 15.2, 16.1 and 16.2 is that caste-based or community-based exclusion, that is the practice of discrimination, is impermissible. Whichever way one would look at it, the Constitution is intolerant towards discrimination and untouchability in all forms and manifestations which are articulated in Articles 15.1, 15.2, 16, 17, 23, and 24. It prohibits exclusion based on past discriminatory practices. The exclusion made to the other than exclusionary clause negates these principles and strikes at the heart of the Equality Code, specifically the non-discriminatory principle, which is a part of the core of the Constitution. The Sinha Commission was set up. The Sinha Commission was set up to examine the condition of economically backward and suggested measures, including the feasibility of reservations, to improve their law. The report published in July 2010 is based upon the census of 2001 and later surveys. The statistics NSSO 2004-2005, which the report is based on, disclosed that in all 31.7 crore people were below the poverty line, BPL, of which the scheduled caste population was 7.74 crores. That is 38% of the total of the scheduled caste population in the country. Scheduled tribe population was 4.25 crores, that is 48.4% of the total scheduled tribes of the country. 13.86 crores of OBC population, which was 33.1% of the total OBCs, and 5.85 crores of the general category, which is 18.2% of the total general category. These facts established that the bulk of the economically weaker sections of the society belong to the classes described in Articles 15.4 and 16.4. I pass on to question number 2, which is that unaided private institutions, including those imparting professional education, cannot be seen as standing out of the national mainstream. As held in Pramati and Society for Unaided Private Schools, reservations in private institutions is not per se violative of the basic structure. Thus, reservations as a concept cannot be ruled out in private institutions where education is imparted. They may not be the state or state instrumentalities, yet the value that they add is part of the national effort to develop skill and disseminate knowledge. These institutions, therefore, also constitute material resources of the community, in which the state has a vital interest and are not merely bodies set up to further private objective of their founders, unlike in the case of shareholders of the company. Therefore, I hold that on question number 2, the amendment is valid, but for reasons of answering question number 3, the amendment has to go. Before I sum up, I wish to address one point which the majority has dealt with, but more as a note of caution, because it is not necessary for me to deal with that aspect, which is the 50% cap. It is pertinent to note that the breach of the 50% limit is the principal ground of attack of the 76th Constitutional Amendment, 1994,
which is inserted as entry 257A. The Tamil Nadu Backward Classes, Scheduled Caste and Scheduled Tribe Reservation of Seats in Educational Institutions under the State Act 1993. The validity of that enactment and whether the inclusion by the Constitution Amendment violates the basic structure is directly an issue in a batch of cases pending before this court. The view of the members of this bench constituting a majority that the creation of another class which can be a recipient of up to 10% of reservation over and above 50% permitted under 15.4 or 16.4 in my considered opinion therefore has a direct bearing on the likely outcome in the challenge in that proceeding. I would therefore sound this cautionary note, since this judgment may well seal the fate of the pending litigations without the benefit of hearing in those proceedings. The last reason why I find myself unpersuaded to agree with the opinion that the amendments, by creating a different kind of criteria, have to be viewed separately, and that Indira Sani was confined to reservations under 15.4 and 16.4 is because permitting the breach of the 50% rule, as it were, through this reasoning becomes a gateway for further infractions, which in fact would result in compartmentalization. The rule of reservation could well then become the rule of equality or the right to equality, could then be easily reduced to the right to reservation, leading us back to the days of Champakam Durai Raja. In this regard, the observations of Ambedkar have to be kept in mind that reservations are to be seen as temporary and exceptional, or else they could eat up the rule of equality. The fraternal principle, I'm now summing up, the fraternal principle is deeply embedded to this nation's ethos and culture. The specific provisions which form part of the Equality Code are inextricably intertwined with fraternity as well. It is fraternity and no other idea which acknowledges that ultimately all individuals are human beings born through the same natural process, subject to the same physical limitations, and finally leave this world at an unknown time but are sure to live. Fraternity is a concept awakens humans to the reality that despite our apparent or superficial differences, ethnic, religious, caste, gender, origin, or economic status, the institutions we create need our collective cooperation and individual commitment. Every social order invariably contains individuals with differences, be grounded on ethnicity, wealth, talent, or realization of one's abilities. The diversities abound. The idea of fraternity is to awaken to the consciousness of each member of society that our institutions which are created, the ideas that we develop, and the progress that we wish to achieve cannot be in isolation, by separation, but with cooperation and harmony. On this, I want to highlight the words of two social reformers, which demonstrate that the principle of fraternity and the ideas and values connected to it are not new, but in fact transcend time. Swami Vivekananda's message in his address to the World Parliament of Religions in Chicago on 11 September 1893 has the theme of universal brotherhood of all, that differences in religion, the exclusion of one of other would fade. He evocatively said, if anybody dreams of the exclusive survival of his own religion and destruction of others, I pity him from the bottom of my heart and point out to him the banner of every religion will soon be written, in spite of resistance, help and not fight, assimilation and not destruction, harmony and peace and not dissension. Aurobindo too was conscious of the need for fraternity. In a speech delivered in Howrah in 1909, he presciently said, again, there is fraternity. It is the last term of the gospel. It is the most difficult to achieve. Still, it is a thing towards which all religions fall and human aspirations rise. There is discord in life, but mankind yearns for peace and love. This is the reason why the Gospels will preach brotherhood, spread quickly and excite passionate attachment. This was the reason for the rapid spread of Christianity. This was the reason of Buddha's spread in the country and throughout Asia.
This is the essence of humanitarianism, the modern gospel of love for mankind. None of us have achieved our ideals, but human society has always attempted an imperfect and limited fulfillment of them. It is the nature, the dharma of humanity, that it should be unwilling to stand alone. Every man seeks the brotherhood of his fellow, and we can only live by fraternity with others. Through all its differences and discords, humanity is striving to become one. Summary of findings in questions 1 and 3. On question 1, it is held that the state's compelling interest to fulfill the objectives set out in the directive principles through special provisions on the basis of economic criteria is legitimate. That reservation or special provisions have so far been provided in favor of historically disadvantaged communities cannot be the basis for contending that other disadvantaged groups who have not been able to progress due to the ill effects of poverty should remain so, and the special provision should not be made by way of affirmative action. Therefore, the special provisions based on objective economic criteria is per se not violative. However, in answer to question 3, I have highlighted the framework within which it has been introduced by the impugned amendment, excluding backward classes. According to me, this is violative of the basic structure. A universally acknowledged truth is that reservations have been conceived and quotas created through provisions in the Constitution only to offset fundamental, deep-rooted generations of wrongs perpetrated on entire communities and castes. Reservation is designed as a powerful tool to enable equal access and equal opportunity. Introducing the economic basis for reservation as a new criterion is permissible. Yet, the othering of socially and educationally disadvantaged classes, including SCs, SCs, and OBCs, by excluding them from this new reservation on the ground that they enjoy pre-existing benefits, is to heap fresh injustice based on past disability. The exclusionary clause operates in an utterly arbitrary manner. First, it others those subjected to socially questionable and outlawed practices, though they are amongst the poorest sections of the society. Secondly, for the purpose of new reservation, the exclusion operates against socially disadvantaged classes and castes absolutely by confining them within their allotted reservation quotas. Thirdly, it denies the chance of mobility from reserve quota based upon past discrimination to a reservation benefit based only on economic deprivation. The net result of the entire exclusionary principle is Orwellian, so to say, which is that all the poorest are entitled to be considered regardless of their caste or class, yet only those who belong to other classes or caste would be considered, and those from socially disadvantaged classes would be ineligible. Within the narrative of the classification jurisprudence, the differentia or marker distinguishing one person from the other is deprivation alone. The exclusion, however, is not based on deprivation but social origin or identity. This strikes at the essence of the non-discriminatory rule. Therefore, the total and absolute exclusion of constitutionally recognized backward class of citizens is nothing but discrimination, which reaches to the level of undermining and destroying the equality code, and particularly the principle of non-discrimination. Therefore, on question 3, it is clear that the impugned amendment and the classification it creates is arbitrary, results in hostile discrimination of the poorest segments of society that are socially and educationally backward and are subjected to caste discrimination. For these reasons, Articles 15.6 and 16.6 are struck down and held to be violative of the Equality Code, particularly the principles of non-discrimination and non-exclusion, which form an inextricable part of the basic structure of the Constitution. While this reasoning is sufficient to conclude that Article 16.6 is liable to be struck down, there are additional reasons elaborated in Part 5, due to which this court is compelled to clarify that while the economic criteria per se is permissible in relation to access to public goods under Article 15, the same is not true of Article 16, the goal of which is empowerment through representation of the community. For the above reasons, it is hereby declared that Sections 2 and 3 of the Constitution
103rd Amendment Act 2019, which inserted Clause 6 in Article 15 and Clause 6 in Article 16 respectively, are unconstitutional and void on the ground that they are violative of the basic structure of the Constitution. The writ petitions are consequently disposed of. It would be in order to place my gratitude and appreciation for the valuable assistance rendered by all counsel and all the counsel assisting them. I have concurred with the view taken by Honorable Justice Ravindra Bhatt in its entirety. So effectively, the decision speaks to prove. Oh. So, immensely grateful to your Lordship. We are expressing a deep gratitude for the assistance rendered by every one of you in whatever capacity as the lead counsel, as even as nodal counsel. These two counsel did excellent job. So it was a great learning experience for all of us, and this I express gratitude on behalf of all the members who are part of this bench. My colleagues also join me in expressing that. Thank you so much. Immensely grateful. Present bench, not a pleasure to argue before your Lordship. Greatly obliged. We are grateful for your Lordship's to accommodate and hear everyone. We are very grateful for that, your Lordships. The operative portion will be like this. In view of the decision rendered by the majority consisting of Honorable Justice Dinesh Maheshwari, Honorable Justice Bela M. Trivedi, and Honorable Mr. Justice J.B. Pardiwala, the challenge raised to the 103rd Amendment to the Constitution fails. The writ petitions and other proceedings filed in that behalf stand disposed of accordingly. Thank you. Grateful to you. Sir, may I also thank the bench for a very great. സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് യു ലളിത അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ജഡ്ജിമാരിൽ 4 പേർ വിധി അനുകൂലിച്ചു. സാമ്പത്തിക സംവരണം കോടതി ശരിവച്ചിരിക്കുന്നു. മുന്നാക്കക്കാരിലെ സാമ്പത്തിക സംവരണം, അതും മുന്നാക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 10% പേർക്കാണ് സംവരണം. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ഒരാൾ ഇതിൽ വിയോജിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടാണ് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവസാനം ഏറെ നാൾ നീണ്ട വാദങ്ങൾക്കൊടുവിൽ ഇപ്പോൾ സാമ്പത്തിക സംവരണം സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് നൽകാനുള്ളത്. ഇനി പ്രധാന വാർത്തകൾ വീണ്ടും. മാധ്യമവിലക്കുമായി ഗവർണർ. കൈരളിയും മീഡിയ വണ്ണുമുണ്ടെങ്കിൽ സംസാരിക്കില്ല. താൻ നിയമിച്ചവർ തന്നെ വിമർശിക്കരുത്. പിസിമാരുടെ മറുപടി വായിച്ച ശേഷം പ്രതികരിക്കാമെന്നും ഗവർണർ. രാജ്ഭവൻ മാർച്ച് നടത്തുന്നവർ ധൈര്യമുണ്ടെങ്കിൽ തന്നെ തെരുവിൽ നേരിടട്ടെയെന്നും ഗവർണർ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൌൺസിലർമാർ ഇന്ന് ഗവർണറെ കാണും. മേയർ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും കോർപ്പറേഷനിലെ കരാർ നിയമനങ്ങളിൽ അന്വേഷണം വേണമെന്നും ആവശ്യം. മുന്നാക്ക സമുദായത്തിലെ സാമ്പത്തിക സംവരണം സുപ്രീം കോടതി അംഗീകരിച്ചു. വിധി പറഞ്ഞത് ജസ്റ്റിസ് യു ലളിത അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച്. 5-ൽ 4 പേർ വിധി അനുകൂലിച്ചു, ഒരാൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അനധികൃത കരാർ നിയമനങ്ങൾ നടക്കുന്നത് സർക്കാർ ഉത്തരവ് അട്ടിമറിച്ച്. അട്ടിമറിക്കപ്പെടുന്നത് 2014 പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവും പിന്നീട് വന്ന ഓംബുഡ്സ്മാൻ നിർദ്ദേശവും. ന്യൂസ് ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.